നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്. മൊഡ്യൂൾ 3ൽ വരുന്നത് നമ്മളുടെ മെയിൻ ടോപ്പിക്സ് ആയിട്ട് വരുന്നത് സെർച്ചസ് ആണ്. അതായത് നമ്മൾ മുന്നത്തെ മൊഡ്യൂൾസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഓൾറെഡി ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് അൽഗോരിതംസൊക്കെ നമുക്കുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള അൽഗോരിതംസ് അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ എന്താണ് ഇൻഫോംഡ് സെർച്ച് എന്നുള്ളതാണ്. അപ്പം ഇൻഫോംഡ് സെർച്ച് ഇൻ AI എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെർച്ച് അൽഗോരിതമാണ്. അത് യൂസ് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ കയ്യിലുള്ള ഒരു അഡീഷണൽ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സെർച്ചിങ് പ്രോസസ്സ് പ്രോഗ്രസീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സെർച്ചിന് വേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഗോൾ സ്റ്റേറ്റ് അല്ലാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. ആ ഇൻഫർമേഷൻ്റെ ഒരു ഗൈഡൻസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സെർച്ച് പ്രോസസ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ അഡീഷണൽ ഇൻഫർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി എന്താണ്, നമുക്ക് എഫിഷ്യൻ്റായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ ഇൻഫോംഡ് സെർച്ച് അൽഗോരിതംസിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് A* സെർച്ച് അൽഗോരിതം, ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച്, അതേപോലെ ഗ്രീഡി സെർച്ച്, അങ്ങനെ കുറച്ച് അൽഗോരിതംസാണ് ഇൻഫോംഡ് സെർച്ച് എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ ഇൻഫോംഡ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു അഡീഷണൽ ഇൻഫർമേഷൻ്റെ ഒരു ഗൈഡ് ലൈൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, സെർച്ചിങ് പ്രോസസ്സ് നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്, ഇൻഫോംഡ് സെർച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വരുന്നതാണ് അൺഇൻഫോംഡ് സെർച്ച്. അതിൻ്റെ പേര് പോലെ തന്നെ എന്താണ്, ഇതിൽ നമുക്ക് അഡീഷണലായിട്ട് യാതൊരു ഇൻഫോർമേഷൻസും ഉണ്ടാവില്ല. നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ എന്താണോ അതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു അഡീഷണൽ ഇൻഫോർമേഷനും നമ്മുടെ കയ്യിലുണ്ടാവില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ളത് എന്താണോ സെർച്ച് ചെയ്യേണ്ടത് അത് മാത്രം. സോ അങ്ങനെ ഒരു ഇൻഫോർമേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സംഭവം എവിടെയാണ് എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. സോ അങ്ങനെയുള്ള സെർച്ചുകളെയാണ് എന്ത് പറയുന്നത്, അൺഇൻഫോംഡ് സെർച്ച് എന്ന് പറയുന്നത്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അൽഗോരിതംസൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എക്സാമ്പിൾസാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ചും ഡെപ്ത്ത് ലിമിറ്റഡ് സെർച്ച്, അതൊക്കെ. സോ അതുകൊണ്ട് ഇതിനെ ഒരു അഡീഷണൽ ഇൻഫോർമേഷൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ബ്ലൈൻഡ് സെർച്ച് എന്നും പറയാറുണ്ട്. കാരണം നമുക്ക് വേറൊരു അഡീഷണൽ ഇൻഫോർമേഷനും ഇല്ല, ഓൺലി വി നോ ദ ഗോൾ സ്റ്റേറ്റ്. ആ ഒരു സെർച്ച് ചെയ്യേണ്ട ആ ഒരു ഗോൾ സ്റ്റേറ്റ് മാത്രമാണ് നമ്മളുടെ കയ്യിലുള്ളൂ. സോ അതുകൊണ്ടാണ് അതിൻ്റെ ബ്ലൈൻഡ് സെർച്ച് എന്നും കൂടെ പറയുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചും എന്താണ് ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ചും എന്നാണ്. അപ്പോൾ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെർട്ടെക്സ് ബേസ്ഡ് ടെക്നിക് ഫോർ ഫൈൻഡിങ് ദ ഷോർട്ടസ്റ്റ് പാത്ത് ഇൻ ദ ഗ്രാഫ്. നമ്മളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കായിട്ടാണ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിനെയൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച് നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണത് നമ്മൾ എന്ത് വെച്ചിട്ടാണ്, ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ സ്ട്രക്ചർ വെച്ചിട്ടാണ്. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. that allows first in first out ആണ്. So in BFS on vertex, one vertex is selected at a time. When it is visited and marked, then it is adjacent and visited and stored in the queue. It is slower than DFS. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ക്യൂ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ നോഡുകളാണ് അല്ലെങ്കിൽ ഗ്രാഫിൽ വരുന്ന ഏതൊക്കെ നോഡുകളാണ് നമ്മൾ വിസിറ്റ് ചെയ്തത്, ഏതൊക്കെയാണ് വിസിറ്റ് ചെയ്യാത്തത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്യൂ എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചർ ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ചിൽ യൂസ് ചെയ്യുന്നത്. ഇനി ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു എഡ്ജ് ബേസ്ഡ് ടെക്നിക്കാണ്. അതായത് ഇറ്റ് യൂസസ് സ്റ്റാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ സ്ട്രക്ചറാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ഇതിൽ തന്നെ ഇതിന് 2 സ്റ്റേജസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് വിസിറ്റഡ് വേർട്ടിസസിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് ഇടുന്നു. അതേപോലെ തന്നെ ഇത് എപ്പോഴാണോ എന്ത് ചെയ്യുന്നത്, വേറെ ഒരു വേർട്ടിസസും നമ്മുടെ സ്റ്റാക്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മളുടെ സെർച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ അടുത്ത ഒരു സബ് ട്രീയിലേക്ക് അല്ലെങ്കിൽ സബ് ഗ്രാഫിലോട്ട് നമ്മുടെ സെർച്ച് എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ചിലുള്ളത്. അതായത് നമ്മൾ ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ലെയർ വൈസ് ആയിട്ടായിരിക്കും ഇത് നടക്കുക, സെർച്ചുകൾ നടക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0 എന്ന് പറയുന്നത് ഒരു ലെവലും 1 2 3 എന്ന് പറയുന്നത് നെക്സ്റ്റ് ലെവലും 4 5 6 7 എന്ന് പറയുന്നത് അടുത്ത ലെവലുമാണ്. സോ അതുകൊണ്ട് തന്നെ ആദ്യം 0th ലെവലിൽ നമ്മൾ നടക്കും,
അത് കഴിഞ്ഞാൽ 1 2 3 എന്നുള്ള രീതിയിലാണ് വിസിറ്റിംഗ് നടക്കുക. അത് കഴിഞ്ഞിട്ടാണ് എന്ത് തേർഡ് ലെവലായിട്ടുള്ള 4 5 6 7 നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 0 1 2 3 4 5 6 7 ആ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത് ഓരോ നോഡുകളെയും വിസിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ DFSലേക്ക് വരികയാണെങ്കിൽ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ 0th നോഡിൽ നിന്ന് തുടങ്ങിയാൽ പോലും നമ്മൾ എന്ത് ചെയ്യുന്നത് ഡെപ്ത് ഫസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രീ എടുത്തു കഴിഞ്ഞാൽ അതിൽ വരുന്നൊരു സബ് ട്രീസിൻ്റെ ഡെപ്ത് വരെ പോയതിന് ശേഷം മാത്രമാണ് നെക്സ്റ്റ് സബ് ട്രീസിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 0 1 കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഡെപ്തിൽ കിടക്കുന്നത് 4 ആണ്. സോ അതുകൊണ്ട് 4നെ വിസിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് 5നെയും വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് പിന്നെ അടുത്ത ട്രീയിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 0 1 4 5 ദെൻ വീണ്ടും 0ൻ്റെ സബ് ട്രീയിലേക്ക് പോകാനായിട്ട് വരുന്നു. അപ്പോൾ അവിടെ 2 6 അടുത്ത സബ് ട്രീയിലേക്ക് പോകുന്നു 3 7. അപ്പോൾ അങ്ങനെ ഡെപ്ത് ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡെപ്തിലേക്ക് പോയതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത് ബാക്ക് ട്രാക്ക് ചെയ്തിട്ടാണ് എവിടേക്ക് വരുന്നത് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് ആ നോഡിൻ്റെ സബ് ട്രീയിലോട്ട് വീണ്ടും വരുന്നത്. അപ്പോൾ BFS എന്ന് പറയുമ്പോൾ എപ്പോഴും ലെയർ വൈസ് ആയിരിക്കും. DFS എന്ന് പറയുമ്പോൾ എപ്പോഴും ഡെപ്തിലേക്ക് പോയിട്ടാണ് നമ്മൾ സെർച്ചിങ് നടത്തുന്നത്. ഓക്കെ, അടുത്തതാണ് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച്. അതും ഈ പറഞ്ഞ ഇൻഫോംഡ് സെർച്ചിൽ വരുന്ന ഒരു സെർച്ചിങ് അൽഗോരിതമാണ്. ദ ഐഡിയ ഓഫ് എ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് ഈസ് ടു യൂസ് ആൻ ഇവാലുവേഷൻ ഫംഗ്ഷൻ ടു ഡിസൈഡ് വിച്ച് അഡ്ജസൻറ്റ് ഈസ് മോസ്റ്റ് പ്രോമിസിങ് ആൻഡ് ദെൻ എക്സ്പ്ലോർ. അതായത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഏറ്റവും ഇപ്പോൾ നമ്മളൊരു നോഡിൽ സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ടിംഗ് നോഡിന് തന്നെ കുറേ സബ് ട്രീസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ സബ് ട്രീസിൽ നെക്സ്റ്റ് ഏത് നോഡിനെയാണ് വിസിറ്റ് മീൻസ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇവാലുവേഷൻ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷൻ വെച്ചിട്ടാണ് നെക്സ്റ്റ് ഏറ്റവും ദ മോസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള നോഡ് ഏതാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മളിവിടെ ഒരു പ്രയോറിറ്റി ക്യൂ അല്ലെങ്കിൽ ഒരു ഹീപ്പാണ് യൂസ് ചെയ്യുന്നത് ഓരോന്നിൻ്റെയും കോസ്റ്റുകൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതിലേറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് ഏത് വാല്യൂ ആണോ ആ വാല്യൂ കിടക്കുന്ന നോഡിലോട്ടാണ് നെക്സ്റ്റ് ഇതിൻ്റെ ഒരു സെർച്ചിങ് പ്രോസസ്സ് പ്രോഗ്രസീവായിട്ട് പോകുന്നത്. സോ ദ ഇംപ്ലിമെൻറ്റേഷൻ ഈസ് എ വാരിയേഷൻ ഓഫ് എ BFSൻ്റെ ഒരു ചെറിയൊരു വാരിയേഷൻ ആണ്. വി ജസ്റ്റ് നീഡ് ടു ചേഞ്ച് ദ ക്യൂ ടു പ്രയോറിറ്റി ക്യൂ. അതായത് BFSൽ നമ്മൾ ക്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്താണ് ഒരു പ്രയോറിറ്റി ക്യൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എസ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്സിൽ നിന്ന് എയിലേക്കും ബിയിലേക്കും സിയിലേക്കും ഏതൊരു നോഡിലേക്കും പോകുമ്പോൾ നിങ്ങൾക്കവിടെ ഒരു വാല്യൂ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ എസ്സിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ 3 ആണ് 6 ആണ്, ബിയിലേക്ക് പോകുമ്പോൾ 6 ആണ്, സിയിലേക്ക് പോകുമ്പോൾ 5 ആണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഈ പ്രയോറിറ്റി ക്യൂ വെച്ചിട്ട് നമ്മളൊരു ഫംഗ്ഷൻ വെച്ച് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണോ അവിടേക്കായിരിക്കും എന്ത് ചെയ്യുക എസ്സിൽ നിന്നും നെക്സ്റ്റ് നോഡിലേക്ക് പോകേണ്ടത് എങ്ങോട്ടാണെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് എസ്സിൽ നിന്ന് എയിലേക്ക് പോകുന്നു. എയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഏതാണ് D ആണ്. അപ്പോൾ D ആണോ നമ്മളുടെ ഏറ്റവും മീൻസ് സെർച്ച് ചെയ്യേണ്ട സാധനം D ആണോ എന്ന് നോക്കുന്നു. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യും എയിൽ നിന്ന് ഇയിലേക്കാണോ നോക്കും. അല്ല. അപ്പോൾ വീണ്ടും ബാക്ക് ട്രാക്ക് ചെയ്ത് എക്സിലേക്ക് വന്നു. അടുത്ത രണ്ടെണ്ണത്തിനെ കൺസിഡർ ചെയ്യുന്നു. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളത് 5 ആണ്. സോ 5ലേക്ക് പോകുന്നു, സിയിലെത്തുന്നു. സോ സിയിൽ നിന്നും ഏതാണ് ഒറ്റ ഒരു എക്സ്പാൻഷനേ ഉള്ളൂ H ആണ്. ദെൻ Hൽ നിന്ന് 6ലോട്ടും 5ലോട്ടും. അപ്പോൾ ഏതാണ് നമ്മളുടെ ഫൈൻഡ് ചെയ്യേണ്ട നോഡ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബെസ്റ്റ് ഫസ്റ്റ് സെർച്ചിൽ ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം. സോ ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു ക്ലാസിക് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് സൊല്യൂഷൻ. അതായത് നമ്മളൊരു ഗിവൺ സെർച്ച് സ്പേസിൽ, അതായത് നമുക്കിപ്പോൾ കുറേ സ്പേസ് ഉണ്ടാവില്ല, നമ്മുടെ സെർച്ച് സ്പേസ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് ഏരിയ ആയിരിക്കും. ആ ഒരു ഏരിയയിൽ നമുക്ക് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണ് എന്നുള്ളത് ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതം യൂസ് ചെയ്യുന്നത്. സോ നമ്മളുടെ കറൻറ്റ് സൊല്യൂഷനെ എന്ത് ചെയ്യുന്നത് ഐട്രേറ്റീവ്ലി ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലോട്ട് പോകുന്നുണ്ട്, അവിടെ നിന്ന് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത് ഫൈൻഡ് ചെയ്യുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് നമ്മളുടെ കറൻറ്റ് സൊല്യൂഷനെ ഇമ്പ്രൂവ് ചെയ്യുന്നത്. ഇനി ഹിൽ ക്ലൈംബിംഗ് അൽഗോരിതത്തിൽ വരുന്ന കോർ കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഉണ്ടാവും. ആ ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്നാണ് എന്ത് ചെയ്യുക നമ്മളുടെ ഈ സെർച്ചിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ടാണ് ഇനീഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിനൊരു സക്സസർ ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. സോ ഈ സക്സസർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ബറിങ് സൊല്യൂഷൻസിനെ ജനറേറ്റ് ചെയ്യാനും നമ്മുടെ കറൻറ്റ് സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അടുത്ത നെയ്ബറിങ് സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുക. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് എന്ത്, സക്സസർ ഫംഗ്ഷൻ. ഈ സക്സസർ ഫംഗ്ഷൻ്റെ വാല്യൂ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് ഏത് സ്റ്റേറ്റിലോട്ടാണ് പോകേണ്ടത് എന്നുള്ള ഡിസിഷൻ നമ്മളവിടെ എടുക്കുന്നത്. സോ ഇറ്റ് എക്സ്പ്ലോർസ് ദ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡ് ഓഫ് ദി കറൻറ്റ് സൊല്യൂഷൻ ടിപ്പിക്കലി ബൈ മേക്കിംഗ് സ്മോൾ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേറ്റിലും അല്ലെങ്കിൽ ഓരോ ലെവലിലെത്തുമ്പോഴും അതിന് കുറച്ച് ഇൻക്രിമെൻ്റൽ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ കറൻറ്റ് സൊല്യൂഷനെ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ അവിടെ തന്നെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സക്സസർ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എടുത്തു വയ്ക്കുന്നു. ഇനി ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്ലേസ് എ pivotal role in a hill climbing because it evaluates the quality of a solution. അപ്പോൾ നമ്മൾ ഈ സക്സസർ ഫംഗ്ഷൻ വെച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച സൊല്യൂഷൻസ് ആര് ഇവാലുവേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് ഫംഗ്ഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന അതിൽ ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പറയുന്നു. സോ അതുകൊണ്ട് തന്നെ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഗൈഡ്സ് ദ അൽഗോരിതം ബൈ പ്രൊവൈഡിങ് മെഷർ ഓഫ് എ ഗുഡ്നെസ്. അപ്പോൾ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കാനാണ് ആര് ശ്രമിക്കുന്നത്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഹിൽ ക്ലൈമ്പിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു അൽഗോരിതം പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ അതിൻ്റെ കോർ കമ്പോണൻസ് ആയിട്ട് വരുന്നതാണ് ഇനീഷ്യൽ സ്റ്റേറ്റും സക്സസർ ഫംഗ്ഷനും അതേപോലെ തന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും. ഈ മൂന്നെണ്ണമാണ് കോർ കമ്പോണൻസ് ആയിട്ട് വരുന്നത്. ഇനി ഈ ഹിൽ ക്ലൈമ്പിംഗ് അൽഗോരിതത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തുകൊണ്ടാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സിംപ്ലിസിറ്റിയാണ്. ബിക്കോസ് ഇറ്റ് സിമ്പിൾ ടു ഇംപ്ലിമെൻ്റ് ആണ്. അതുപോലെ തന്നെ അതിന് എഫിഷ്യൻസിയും നല്ല രീതിയിലുണ്ട്. ലോക്കൽ സെർച്ചുകളൊക്കെ നടത്തുന്നത്, അതായത് സെർച്ച് സ്പേസ് കുറഞ്ഞ സെർച്ചുകൾക്കൊക്കെ എന്താണ് ഈ ഹിൽ ക്ലൈമ്പിംഗ് അൽഗോരിതം ബെസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാനും ഈ ഹിൽ ക്ലൈമ്പിംഗ് അൽഗോരിതംസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്താണ് ബീം സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത്. ബീം സെർച്ച് എന്ന് പറയുന്ന ഒരു ഹ്യൂറിസ്റ്റിക് ബേസ്ഡ് അപ്രോച്ചാണ്. അതായത് ഒരു മിഡിൽ ഗ്രൗണ്ട്, അതായത് ബിറ്റ്വീൻ ദീസ് ട്രഡീഷണൽ മെത്തേഡ്സും അതേപോലെ തന്നെ നമ്മളുടെ മെമ്മറി കൺസംഷൻ അതേപോലെ തന്നെ സൊല്യൂഷൻസിൻ്റെ ഒപ്റ്റിമാലിറ്റി ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഹ്യൂറിസ്റ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ചാണ് ബീം സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഈ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിലും റോബോട്ടിക്സിലും അതേപോലെ തന്നെ AI ഗെയിംസിൽ ഇതിലൊക്കെ എന്തുണ്ട് ഈ ബീം സെർച്ച് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ബീം സെർച്ച് നമ്മൾ ചെയ്യാനായിട്ട് കുറച്ച് സെവറൽ സ്റ്റെപ്സ് നമുക്ക് വേണം. അതൊക്കെ ഫസ്റ്റ് വണ്ണാണ് ഇനീഷ്യലൈസേഷൻ. അതായത് ഏത് നോഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതെന്ത് ചെയ്യും, റൂട്ട് നോഡായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ടാണ് ഇനീഷ്യലൈസേഷൻ, അത് ആ റോഡിൽ നിന്നായിരിക്കും നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആയിട്ട് വയ്ക്കുന്നത്. സോ ദെൻ നോഡ് എക്സ്പാൻഷൻ, അതായത് സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്ന് തുടങ്ങി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് പോകണം. ആ ഒരു നോഡ് എക്സ്പാൻഷൻസ് എന്ത് ചെയ്യണം, ഫൈൻഡ് ചെയ്യണം. സോ ജനറേറ്റ് സക്സസേഴ്സ് ആൻഡ് അപ്ലൈ ദ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ ടു ഇവാലുവേറ്റ് ദം. അപ്പോൾ ഓരോ സക്സസേഴ്സിനും ജനറേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ വെച്ചിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനുമാണ് നോഡ് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അടുത്ത സെലക്ഷൻ ആണ്, അതായത് സെലക്ട് ദ ടോപ്പ് W നോട്ട്സ് അക്കോർഡിംഗ് ടു ദ ഹ്യൂറിസ്റ്റിക് വാല്യൂസ്. ഈ നമുക്ക് കിട്ടിയിട്ടുള്ള ഹ്യൂറിസ്റ്റിക് വാല്യൂസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന W എന്ന് പറഞ്ഞൊരു കൗണ്ടാണ്. ആ ഒരു കൗണ്ടിലുള്ള നോട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അപ്പോൾ ഈ W എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമ്മുടെ യൂസറിന് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ 2 എണ്ണമാണെങ്കിൽ 2 എന്നും 3 എണ്ണമാണെങ്കിൽ 3 എണ്ണം എന്നും ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്, യൂസറാണ്. അതായത് ഡെവലപ്പറാണ് തീരുമാനിക്കേണ്ടത് W നോട്ട്സിൻ്റെ എത്ര കൗണ്ട് കൊടുക്കണം എന്നുള്ളത്. സോ ദീസ് സെലക്റ്റഡ് നോട്ട്സ് ഫ്രം ദ നെക്സ്റ്റ് ലെവൽ ടു എക്സ്പ്ലോർ. അപ്പോൾ ആ ഒരു Wൻ്റെ കൗണ്ട് നോക്കിയിട്ട് എത്രയാണോ ഉള്ളത് ആ ഒരു റാങ്കിൽ വരുന്ന ഫസ്റ്റ് വരുന്ന അത്രയും കൗണ്ടിനെ എടുത്തിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. ഐട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സുകൾ എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് ലെവൽ എക്സ്പാൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ അതിന്ന് ഏത് വേണമെന്ന് സെലക്ട് ചെയ്യുന്നു, എത്ര എണ്ണം വേണമെന്ന് സെലക്ട് ചെയ്യുന്നു, അടുത്തത് വീണ്ടും ആ ഒരു സെലക്ട് ചെയ്തിൽ നിന്ന് അടുത്തതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ട്രീ കോൺസെപ്റ്റിലാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലാസ്റ്റാണ് എന്ത് വരുന്നത്, ടെർമിനേഷൻ വരുന്നത്. അതായത് ഈ സെർച്ച് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു, അതായത് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ സെർച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ടെർമിനേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്സിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ബീം സെർച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റാണ് A* സെർച്ച് അൽഗോരിതം. അതായത്
എ സ്റ്റാർ സെർച്ച് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ടു അപ്രോക്സിമേറ്റ് ദ ഷോർട്ടസ്റ്റ് പാത്തിന് റിയൽ ലൈഫ് സിറ്റുവേഷൻസ്, അതായത് നമ്മളുടെ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ ഷോർട്ടസ്റ്റ് പാത്തിന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എ സ്റ്റാർ സെർച്ച് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മളുടെ മാപ്സും അതേപോലെ തന്നെ ഗെയിംസിലുമൊക്കെ എ സ്റ്റാർ സെർച്ച് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എ സ്റ്റാർ സെർച്ച് അൽഗോരിതം എന്ന് പറയുന്നത് ബെസ്റ്റ് ആൻഡ് പോപ്പുലർ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. അതായത് മെയിൻലി അത് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്ത് ഫൈൻഡ് ചെയ്യാനും അതേപോലെ തന്നെ ഗ്രാഫിൻ്റെ ട്രാവേഴ്സൽസ് നടത്താനൊക്കെ വേണ്ടിയിട്ടാണ് എ സ്റ്റാർ യൂസ് ചെയ്യുന്നത്. സോ അൺലൈക്ക് അതർ ട്രാവേഴ്സൽ ടെക്നിക്സ് ഇറ്റ് ഹാസ് എ ബ്രെയിൻസ് എന്ന് പറയാൻ പറ്റും. അതായത് മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എ സ്റ്റാർ കുറച്ചും കൂടി ഇൻ്റലിജൻ്റായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. വാട്ട് ഇറ്റ് മീൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് റിയലി എ സ്മാർട്ട് അൽഗോരിതം. ഇത് എന്താണ്, ഒരു സ്മാർട്ട് അൽഗോരിതമാണ്. ഇതിനെന്താണ്, ബ്രെയിൻ ഉണ്ട് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത്. അതേപോലെ അടുത്തതാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അൽഗോരിതം. So branch and bound algorithms are used to find an optimal solution for combinatory, discrete and general mathematical optimization problemsനൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്. ആ പേര് പോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വരുന്ന ഒരു പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, പല പല ബ്രാഞ്ചസ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് നമുക്കൊരു ബിഗ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ കുറേ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സബ് പ്രോബ്ലംസിനെ ഡിവൈഡ് ചെയ്ത് ഈ സബ് പ്രോബ്ലംസിനെ എന്ത് ചെയ്യുന്നു, നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് നമ്മളുടെ മെയിൻ പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെ സബ്ബായിട്ടാണ് സോൾവ് ചെയ്യുന്നത്. അതായത് ഒറ്റയടിക്ക് ഒരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യുന്നതിന് പകരം വലിയൊരു പ്രോബ്ലത്തിന് ചെറിയ പ്രോബ്ലംസ് ആക്കി മാറ്റി ആ ചെറിയ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ ലാസ്റ്റ് ഗോൾ സ്റ്റേറ്റിലൂടെ നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൂട്ടുണ്ട്, അവിടെ നമ്മൾ കുറേ നോഡ് 1 നോഡ് 2 എന്ന് പറഞ്ഞിട്ട് സബ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. With all the possible solutions, we first built a rooted decision tree. Decision tree വെച്ചിട്ടാണ് ആക്ച്വലി നമ്മളിത് ബിൽഡ് ചെയ്യുന്നത്. സോ ദ റൂട്ട് നോഡ് റെപ്രസെൻറ്റ്സ് ദ എൻറ്റയർ സെർച്ച് സ്പേസ്. അപ്പോൾ നമ്മൾ ഇതിൽ കാണുന്ന ഈ റൂട്ടിനോടാണ് നമ്മളുടെ എന്താണ് എൻറ്റയർ സെർച്ച് സ്പേസ്. അതായത് നമ്മുടെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. ഇതിൻ്റെ സബ്ബായിട്ട് വരുന്ന പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഈ സബ് പ്രോബ്ലംസിനെയാണ് എന്ത് ചെയ്യേണ്ടത്, ഡിവൈഡ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു നമ്മുടെ മെയിൻ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. സോ ഈച്ച് ചൈൽഡ് നോഡ് ഈസ് എ പാർഷ്യൽ സൊല്യൂഷൻ ആൻഡ് എ പാർട്ട് ഓഫ് ദി സൊല്യൂഷൻ സെറ്റ്. അപ്പോൾ ഓരോ ചൈൽഡ് നോഡും, ഇതിനെയാണ് റൂട്ട് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, നമ്മളുടെ ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന റൂട്ട് നോഡ്. ഇതാണ് എന്ത്, ചൈൽഡ് എന്ന് പറയുന്നത്. സോ ഈ ചൈൽഡ് നോഡിലാണ് എന്തുണ്ടാവുക, നമ്മളുടെ പാർഷ്യൽ സൊല്യൂഷൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഡിസിഷൻ ട്രീ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുൻപേ, ബിഫോർ കൺസ്ട്രക്ടിങ് ദ റൂട്ടഡ് ഡിസിഷൻ ട്രീ വി സെറ്റ് ആൻ അപ്പർ ആൻഡ് ലോവർ ബൗണ്ട് സെറ്റ് ചെയ്യും. അതായത് ഒരു ബൗണ്ടറി വെക്കും, അപ്പറായിട്ടും ലോവറായിട്ടും. സോ ഫോർ ദ ഗിവൺ പ്രോബ്ലം ബേസ്ഡ് ഓൺ ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ, നമ്മുടെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു അപ്പറും ഒരു ലോവറായിട്ടുള്ളൊരു ബൗണ്ട് നമ്മളവിടെ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഓരോ ലെവലും അറ്റ് ഈച്ച് ലെവൽ വി നീഡ് ടു മേക്ക് എ ഡിസിഷൻ അബൌട്ട് വിച്ച് നോട്ട് ടു ഇൻക്ലൂഡ് ഇൻ ദ സൊല്യൂഷൻ സെറ്റ്. അപ്പോൾ നമ്മൾ ഓരോ ലെവൽ എത്തുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡിസിഷൻ എടുക്കണം. ഏതൊക്കെ നോഡിനെ നമ്മൾ എന്ത് ചെയ്യണം, സൊല്യൂഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം, ഏതിനെയൊക്കെ നമ്മൾ സൊല്യൂഷൻ സെറ്റിൽ നിന്നും എലിമിനേറ്റ് ചെയ്യണം, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ലെവലിലും നമ്മൾ ഡിസിഷൻസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അൽഗോരിതം എന്ന് പറയുന്നത് ഉണ്ട്, ഈസ് ലെസ്സാണ്. അതേപോലെ തന്നെ കമ്പയർഡ് വിത്ത് അതർ അൽഗോരിതംസ്, മറ്റുള്ള അൽഗോരിതംസിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ലെസ്സാണ്. സോ ഇറ്റ് ഫൈൻഡ്സ് ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഫോർ എ ഗിവൺ പ്രോബ്ലം. ഏതൊരു പ്രോബ്ലം നമ്മൾ കൊടുത്താലും അതെന്ത് ചെയ്യും, അത് അതിനൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരും. സോ ഇറ്റ് ഡസൻ റിപ്പീറ്റ് നോട്ട്സ് വൈൽ എക്സ്പ്ലോറിങ് ദ ട്രീ. നമ്മൾ ട്രീനെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അതെന്ത് ചെയ്യില്ല, ഒരിക്കലും നോട്ട്സിനെ റിപ്പീറ്റ് ചെയ്യില്ല. അതായത് ഒരു നോഡിനെ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആ ഒരു നോഡിനെ വിസിറ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. അടുത്തതാണ് ഡിവൈഡ് ആൻഡ് കോൺക്വയർ അൽഗോരിതം. സോ ഡിവൈഡ് ആൻഡ് കോൺക്വയർ അൽഗോരിതം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ്. that involves breaking down a complex problem into smaller, more manageable parts, solving each part individually and then combining the solutions to solve the original problem. It is widely used algorithmic technique in computer science and mathematics.
സോ നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലായിക്കോട്ടെ മാത്തമാറ്റിക്സിലായിക്കോട്ടെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഡിവൈഡ് ആൻഡ് കോൺക്വയർ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതൊരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ കോംപ്ലക്സ് ആയിട്ട് വരുന്ന, അതായത് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, കുറേ സ്മോളർ പാർട്സ് ആക്കിയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ചെറിയ പാർട്സുകളാക്കിയിട്ട് അതിനെ സ്മോളറാക്കി മാറ്റുന്നു. ഇതിനെന്ത് ചെയ്യുന്നു, ഓരോ സ്മോളർ പാർട്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വലി അതിനെ സോൾവ് ചെയ്യുന്നു. എന്നിട്ട് ആ സൊല്യൂഷനെ എന്ത് ചെയ്യണത്, കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒറിജിനൽ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ എന്താണ് വൈഡ്ലി യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, 36, 38, 27, 43, 10 എന്ന് പറയുന്ന 4 നമ്പേഴ്സ് അവിടെ ഉണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം, സോർട്ടിങ് ചെയ്യണം. സോ സോർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഒരു അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ സോർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണോ നമുക്ക് കിട്ടിയത് അതിനെ ഹാഫാക്കി 2ആക്കി ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ സെപ്പറേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സോർട്ട് ചെയ്തിട്ട് അവസാനം കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യുന്നു, വീണ്ടും സോർട്ട് ചെയ്യുന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തിട്ട് സെപ്പറേറ്റ് സോൾവ് ചെയ്തിട്ട് വീണ്ടും ലാസ്റ്റ് സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി ഈ ചെയ്ത സൊല്യൂഷൻസിനെയൊക്കെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, ആ ഒരു മെത്തേഡ്. സോ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മെർജ് സോർട്ട് ചെയ്യാനും, അതാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത് കണ്ടിട്ടുള്ള പിക്ചറിൽ പറയുന്നത് മെർജ് സോർട്ടാണ്. പിന്നെ മീഡിയൻ കണ്ടുപിടിക്കാൻ, അതേപോലെ മിനിമം ആൻഡ് മാക്സിമം ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടത്താൻ, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഡിവൈഡ് ആൻഡ് കോൺക്വയർ അൽഗോരിതത്തിന് യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആണ് A* പോലെ വരുന്നതാണ്, അടുത്തൊരെണ്ണമാണ് AO* അൽഗോരിതം. So the AO* method divides any given difficult problem into smaller group of problems that are then resolved using the AND OR graph concept. അപ്പോൾ നമ്മൾ ഇത്ര നേരം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വരുന്നൊരു ബിഗ് പ്രോബ്ലത്തിന് എന്ത് ചെയ്യുന്നു, കുറേ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ എന്താണ്, ഒരു ആൻഡ് ഓർ ഗ്രാഫ് കോൺസെപ്റ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ സബ് പ്രോബ്ലംസിനെയും എന്ത് ചെയ്യുന്നത്, റിസോൾവ് ചെയ്യുന്നത്. സോ ഈ ആൻഡ് ഓർ ഗ്രാഫ്സ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഗ്രാഫ്സ് ആണ്, ദാറ്റ് ആർ യൂസ്ഡ് ഇൻ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു സ്മോളർ പ്രോബ്ലംസ്. അപ്പോൾ ഈ ആൻഡ് ഓർ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. So the AND side of the graph represents the set of tasks that must be completed to achieve the main goal. അതായത് ആൻഡ് ഗ്രാഫിന് ആൻഡ് സൈഡ് ഉണ്ട്, ഒരു ഗ്രാഫിന് എന്തുണ്ട്, ആൻഡ് സൈഡും ഉണ്ട് ഓർ സൈഡും ഉണ്ടെന്നാണ് ഇതിൽ പറയണത്. സോ ആൻഡ് സൈഡിൽ വരുന്നത് എന്താണ്, ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമുക്കൊരു മെയിൻ ഗോൾ അച്ചീവ് ചെയ്യാൻ ഈ ഒരു ടാസ്ക് നിർബന്ധമായിട്ടും ചെയ്യണം, അതായത് മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ട കുറച്ച് ടാസ്കുകൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ടാസ്കുകളെയാണ് നമ്മൾ എന്ത് പറയുക, ആൻഡ് സൈഡ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറയാം. ഇനി ഓർ സൈഡ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഫോർ അക്കംപ്ലിഷിങ് ദ സെയിം മെയിൻ ഗോൾ. അതായത് അതിൽ വരുന്ന എന്താണ്, കുറേ മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഈ ഒരു മെയിൻ ഗോളിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന മെത്തേഡ്സുകളെ പറഞ്ഞ പേരല്ല, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് ഓർ സൈഡ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്യണം, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്താലേ നമ്മുടെ ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ എന്ന് പറയുന്ന രീതിയിലുള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ വരുന്ന ടാസ്കുകളെയാണ് നമ്മൾ എന്ത് പറയുക, ആൻഡ് സൈഡ് ഗ്രാഫിൽ പറയുന്നത്. ഓർ സൈഡിൽ എന്താണ് പറയുന്നത്, എന്തൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണോ നമ്മുടെ ആ ഒരു മെയിൻ ഗോൾ അക്കംപ്ലിഷ് ചെയ്യുന്നത്, അതിനെയാണ് ഓർ സൈഡ് ഓഫ് ദി ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം, വോണ്ട് ടു ബൈ എ കാർ എന്നാണ്. അപ്പോൾ നമുക്കൊരു കാർ മേടിക്കണമെങ്കിൽ ഇവിടെ പറയുന്നത് ഒന്നുകിൽ സ്റ്റീൽ കാർ, അല്ലെങ്കിൽ ബൈ വിത്ത് ഓൺ മണി, അല്ലെങ്കിൽ ഗെറ്റ് കാർ. ഒന്നുകിൽ കാറ് എടുക്കാം, അല്ലെങ്കിൽ കാറിനെ എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റീൽ ചെയ്യാം, അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് കാർ മേടിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഓർ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്, സ്റ്റീലെ കാർ എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ്. പക്ഷേ നമുക്ക് ആൻഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ബൈ വിത്ത് ഓൺ മണി ഗെറ്റ് എ കാർ. ഇത് രണ്ടെണ്ണം നിർബന്ധമായിട്ട് നമുക്കിപ്പോൾ ഒരു കാർ മേടിക്കണമെങ്കിൽ നമ്മൾ എന്താണ് മസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട 2 ടാസ്കുകളാണ് ബൈ വിത്ത് ഓൺ മണി ആൻഡ് ഗെറ്റ് എ കാർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ആൻഡ് സൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു എക്സാമ്പിൾ ഫോർ AO* അൽഗോരിതത്തിന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് റൂൾ ബേസ്ഡ് സിസ്റ്റംസ് ഇൻ AI. സോ റൂൾ ബേസ്ഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പോലെ തന്നെ എ സിസ്റ്റം ദാറ്റ് റിലൈസ് ഓൺ എ കളക്ഷൻ ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് റൂൾസ് ടു ഡിസൈഡ് വാട്ട് ടു ഡു നെക്സ്റ്റ് ഈസ് നോൺ ആസ് റൂൾ ബേസ്ഡ് സിസ്റ്റം. ഇത്ര നേരം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്ത് നടക്കണമെന്ന് നമ്മൾ ചില അൽഗോരിതംസോ അല്ലെങ്കിൽ കുറേ കാൽക്കുലേഷൻസോ അല്ലെങ്കിൽ ഫങ്ഷൻസോ ഒക്കെ വെച്ചിട്ടാണ് ഫൈൻഡ് ചെയ്തതെങ്കിൽ ഇവിടെ എന്താണ്,
ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന് എന്തുണ്ട്, കുറേ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറേ റൂൾസ് ഉണ്ട്. ആ റൂൾസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് എന്താണ് അല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൂൾ ബേസ്ഡ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് AI ജനറേറ്റ് ചെയ്യുന്നത് ആൻഡ് ഔട്ട്പുട്ട് ബൈ യൂസിങ് കളക്ഷൻ ഓഫ് ഇൻപുട്സ് ആൻഡ് ദ സെറ്റ് ഓഫ് റൂൾസ്. അപ്പോൾ ഈ റൂൾ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത് എന്തൊക്കെയാണ്, നമ്മുടെ കുറച്ച് റൂൾസും അതിൽ കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻപുട്സും. അപ്പോൾ എന്ത് തരും, അത് അതിൻ്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദ സിസ്റ്റം ഫസ്റ്റ് ഡിറ്റർമൈൻസ് വിച്ച് പ്രിൻസിപ്പിൾസ് അപ്ലൈ ടു ദ ഇൻപുട്സ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ റൂൾസ് ഉണ്ട്, പക്ഷെ നമുക്ക് വരുന്ന എല്ലാ ഇൻപുട്ടിനും ഈ പറഞ്ഞ എല്ലാ റൂൾസും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് വരുന്ന ഇൻപുട്ട് എന്താണോ ആ ഇൻപുട്ടിന് ഏതൊക്കെ റൂളുകളാണോ അപ്ലൈ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണോ ഫോളോ ചെയ്യേണ്ടത് അത് ആദ്യം ഡിറ്റർമൈൻ ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇഫ് ആ റൂൾ നമുക്ക് അപ്ലിക്കബിൾ ആണ് എന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം എക്സിക്യൂട്ട്സ് ദ കറസ്പോണ്ടിങ് സ്റ്റെപ്സ് ടു ജനറേറ്റ് ദ ഔട്ട്പുട്ട്. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യും, അതിന് വേണ്ട കറസ്പോണ്ടിങ് സ്റ്റെപ്സ് എടുത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന് വേണ്ട ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. ഇഫ് നോ ഗൈഡ് ലൈൻ ഈസ് അപ്ലിക്കബിൾ, നമുക്കിപ്പോൾ ആ ഗൈഡ് ലൈൻസ് ഒന്നും അപ്ലിക്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം ആയിട്ട് ജനറേറ്റ് ഡിഫോൾട്ട് ഔട്ട്പുട്ട് ഓർ ആസ്ക് ദ യൂസർ ഫോർ മോർ ഡീറ്റെയിൽസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കയ്യിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും അതിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണെങ്കിൽ എന്ത് ചെയ്യും, അതൊരു ഡിഫോൾട്ടായിട്ടുള്ളൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ യൂസർക്കൊരു മെസ്സേജ് പാസ് ചെയ്യും, എന്ത് ഇതിന് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, നമുക്കതിന് കൂടുതൽ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ റൂൾ ബേസ്ഡ് സിസ്റ്റംസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ കയ്യിൽ കൊടുക്കുന്നത് ഒരു ഇൻപുട്ടും അതേപോലെ തന്നെ അതിന് വേണ്ട റൂൾസുമാണ് നമ്മൾ റൂൾ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് എന്ത് തരും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് തരുന്നു. ഇനി വരുന്ന ഇൻപുട്ടിന് ഏതൊക്കെ റൂളുകളാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതും കൂടി ഡിറ്റർമൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻപുട്ട് വരുമ്പോൾ അതിന് ഏതൊക്കെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് എന്ന് വെച്ചാൽ അത് കൺസിഡർ ചെയ്യുന്നു. ആ റൂൾസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നു, ഔട്ട്പുട്ട് തരുന്നു. ഇനി സപ്പോസ് ഒന്നും നമുക്ക് ആ കയ്യിലുള്ള ഒരു ഗൈഡ് ലൈൻസും അതിന് അപ്ലിക്കബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ യൂസറിനോട് കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണമെന്ന് റിക്വസ്റ്റ് ചെയ്യും. ഇനി നമ്മുടെ റൂൾ ബേസ്ഡ് സിസ്റ്റംസിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ഡയഗ്നോസിസ്, അതായത് ഒരു സിംറ്റംസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എന്ത് ഡിസീസാണെന്ന് പറഞ്ഞു തരുന്ന ഒരു സംവിധാനം. അതേപോലെ തന്നെ ഫ്രോഡ് ഡിറ്റക്ഷൻസ് നടത്താൻ, അതേപോലെ ഒരു ക്വാളിറ്റി കൺട്രോൾ കൊണ്ടുവരാനായിട്ട്, അതേപോലെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റംസ് ജനറേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, റൂൾ ബേസ്ഡ് സിസ്റ്റംസ് ആണ്. അതേപോലെ ഈ റൂൾ ബേസ്ഡ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പെറൻസി അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലെയിനബിലിറ്റിയാണ്. പിന്നെ വരുന്നത് അതിൻ്റെ എഫിഷ്യൻസി, ആക്യുറസി, അത് മോർ ഫ്ലെക്സിബിളാണ്. ഇതൊക്കെയാണ് അതിൽ വരുന്ന അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണുള്ള ഒരു കോൺസെപ്റ്റാണ് ഗോൾ ട്രീ. അതായത് ദ ഗോൾ ട്രീ എന്ന് പറയുന്നത് ഈസ് എ സെൻട്രൽ ടൂൾ ഓഫ് ദ ലോജിക്കൽ തിങ്കിങ് പ്രോസസ്സ്. നമ്മൾ ലോജിക്കലി തിങ്ക് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ ഒരു സെൻട്രൽ ടൂളാണ് എന്ത്, ഗോൾ ട്രീ എന്ന് പറയുന്നത്. അതായത് ആൻഡ് ആൻ അഡീഷൻ ടു ദ ഒറിജിനൽ ലോജിക് ടൂൾസ് ഈസ് കോൾഡ് തിങ്കിങ് പ്രോസസ്സസ് ഫ്രം ദ തിയറി ഓഫ് കൺസ്ട്രെയിൻസ്. സോ തിയറി ഓഫ് കൺസ്ട്രെയിൻസിനെ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ലോജിക്കിനെ പറയുന്നതാണ് തിങ്കിങ് പ്രോസസ് എന്ന് പറയുക. ഇനിയാണ് ലോജിക്. അപ്പോൾ നമുക്ക് തിങ്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ലോജിക്ക് ഉണ്ടാവുള്ളൂ. സോ ദ വെരി ടോപ്പ് ഓഫ് ദി ട്രീ ഹോൾഡ്സ് ദി ഗോൾ. അപ്പോൾ ഈ ഗോൾ ട്രീയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ് എന്ത്, ഗോൾ എന്ന് പറയുന്നത്. അതായത് അതാണ് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ദ വിഷൻ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന നോഡാണ്. അതുപോലെ തന്നെ യുണീക്ക് ബോക്സ് ഉണ്ട്. ആ ഓരോ ബോക്സും ഹോൾഡ് ചെയ്യുന്നത് കൺസൈസ്ഡ് ആയിട്ടുള്ള മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്തൊക്കെ മിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഗോളിലെത്താൻ പറ്റുക എന്നുള്ളത്. ഓർ ദ വൈ ദിസ് സിസ്റ്റം എക്സിസ്റ്റ് ഓൺ ദ നെക്സ്റ്റ് ലെവൽ 3 to maximum 5 അത്രയാണ് ഉണ്ടാവുള്ളൂ. ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് ആണ്. Critical success factors are top objectives that are mandatory to achieve in order to achieve the goal. അതായത് നമുക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ഇതില്ലാതെ പറ്റില്ല എന്ന് പറയില്ല. അവ മണ്ടൻറ്ററി ആയിട്ടുള്ള കുറേ ഒബ്ജക്റ്റീവ്സ് ആണ് എന്തെന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ സക്സസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് എന്താണ്, റൺ മാരത്തോൺ എന്നാണ്. സോ റൺ മാരത്തോൺ എന്നാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഇവിടെ നമ്മൾ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ കൺസൈറ്റ് ആയിട്ടുള്ള മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണൊക്കെ എന്ത്, റൺ 20 miles, സ്റ്റാർട്ട് ക്രോസ് ട്രെയിനിങ്,
സോ ഇത് രണ്ടെണ്ണം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൺ മാരത്തോൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ റൺ 20 മിനിറ്റ്സ് എന്ന് പറയണമെങ്കിൽ ട്രെയിൻ ഓൺ ഡെയിലി ബേസിസിൽ നമ്മൾ ചെയ്യണം. നമ്മളുടെ ന്യൂട്രീഷൻസ് ഇമ്പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ റണ്ണിങ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാം. അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റൺ മാരത്തോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നതാണ് ഗോൾ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് എന്ത്, നമ്മുടെ ക്ലോസ് ഒക്കെ ചെയ്തു. നെക്സ്റ്റ് വരുന്നതാണ് മിനിമാക്സ് അൽഗോരിതം. സോ മിനിമാക്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ബാക്ക് ട്രാക്കിംഗ് അൽഗോരിതമാണ്. ബാക്ക് ട്രാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലേക്ക് ട്രാക്ക് ചെയ്ത് പോകുന്ന ഒരു സംവിധാനം. സോ ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, അതേപോലെ തന്നെ ഗെയിം തിയറീസ്, അതിലൊക്കെയാണ്. അതായത് ഒപ്റ്റിമൽ ആയിട്ടുള്ളൊരു മൂവ് പ്ലെയറിന് കണ്ടുപിടിക്കാനും, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പോണൻറ്റ് ഓൾസോ പ്ലേസ് ഒപ്റ്റിമലിയാണ് അവർ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. സോ അതിനോടൊപ്പം തന്നെ നമുക്ക് ഒപ്റ്റിമൽസ് ആയിട്ടുള്ള മൂവ്സ് കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് മിനിമാക്സ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ 2 player ടേൺ ബേസ്ഡ് ഗെയിംസ് സച്ചസ് ടിക് ടാക് ടോ, അതേപോലെ തന്നെ ബാക്ക് ഗാമൻ, മംഗാല, ചെസ്, അതേപോലെയുള്ള ഗെയിംസിലാണ് നമ്മൾ കൂടുതലായിട്ടും ഈ പറഞ്ഞ മിനിമാക്സ് അൽഗോരിതംസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മിനിമാക്സ് എന്ന് പറയുന്നത് 2 players ആണുള്ളത്. അതായത് ഒന്ന് മാക്സിമൈസറും ഒന്ന് മിനിമൈസറും. സോ ദ മാക്സിമൈസർ എപ്പോഴും ട്രൈസ് ടു ഗെറ്റ് ദ ഹയസ്റ്റ് സ്കോർ പോസിബിൾ. അതാണ് അയാൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഹയസ്റ്റ് സ്കോർ കിട്ടാനാണ് മാക്സിമൈസർ ട്രൈ ചെയ്യുക. വൈൽ ദ മിനിമൈസർ ട്രൈസ് ടു ഡു ദ ഓപ്പോസിറ്റ് ആൻഡ് ഗെറ്റ് ദ ലോവസ്റ്റ് സ്കോർ പോസിബിൾ. അപ്പം മിനിമൈസർ എപ്പോഴും അതിനെ ഓപ്പോസിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എപ്പോഴും ലോവസ്റ്റ് സ്കോർ ചെയ്യാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ അവിടെ 2 പ്ലെയേഴ്സാണുള്ളത്, മാക്സിമൈസറും മിനിമൈസറും. സോ ഈ മിനിമാക്സ് അൽഗോരിതത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കംപ്ലീറ്റഡ് ആയിരിക്കും, ഒപ്റ്റിമൽ ആയിരിക്കും, അതേപോലെ തന്നെ ടൈം കോംപ്ലക്സിറ്റി, അതേപോലെ തന്നെ സ്പേസ് കോംപ്ലക്സിറ്റി, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ മിനിമാക്സ് അൽഗോരിതം മീൻസ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ഫൈൻഡ് എ സൊല്യൂഷൻ. അത് എന്തായാലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കും. അതുകൊണ്ടാണ് അതിനെ കംപ്ലീറ്റ് എന്ന് പറയുന്നത്. ഒപ്റ്റിമൽ എന്ന് പറയുമ്പോൾ ഈ കിട്ടുന്ന ഫൈനലായിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒപ്റ്റിമൽ ആയിരിക്കും. അതായത് ഇഫ് ബോത്ത് ഓപ്പണൻസ് ആർ പ്ലേയിങ് ഒപ്റ്റിമലി, മിനിമാക്സ് അൽഗോരിതം ഈസ് ഒപ്റ്റിമൽ. ഇപ്പോൾ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ആസ് ഇറ്റ് പെർഫോംസ് DFS ഫോർ ദ ഗെയിം ട്രീ. സോ ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എ മിനിമാക്സ് അൽഗോരിതം എന്ന് പറയുന്നത് 0 ഓഫ് order of BM ആണ്, where B is a branching factor of the game tree and M is the maximum depth of the tree ആണ്. സോ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുമ്പോൾ സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് എ മിനിമാക്സ് അൽഗോരിതം ഈസ് ഓൾസോ സിമിലർ ടു DFS തന്നെയാണ്. ഓർഡർ ഓഫ് BM ആണ് ഉണ്ടാവുക. അതൊക്കെയാണ് ഈ മിനിമാക്സ് അൽഗോരിതത്തിൻ്റെ പ്രോപ്പർട്ടീസായിട്ട് പറയുന്നത്. ലിമിറ്റേഷൻ ഓഫ് ദി മിനിമാക്സ് അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്? ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ദി മിനിമാക്സ് അൽഗോരിതം ഈസ് ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് റിയലി സ്ലോ ഫോർ ദ കോംപ്ലക്സ് ഗെയിംസ് സച്ച് ചെസ്, അതേപോലുള്ള കാര്യങ്ങളൊക്കെ. ദിസ് ടൈപ്പ് ഓഫ് ഗെയിംസ് ഹാസ് എ ഹ്യൂജ് ബ്രാഞ്ചിങ് ഫാക്ടറാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും എന്താ പറയാൻ പറ്റില്ല, മിനിമാക്സ് അൽഗോരിതം വെച്ചിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ദ പ്ലെയർ ഹാസ് ലോട്ട്സ് ഓഫ് ചോയ്സസ് ടു ഡിസൈഡ്. അതായത് ചെസ്സൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് ചോയ്സസ് ഒരുപാടുണ്ടായിരിക്കും. അവിടെ ഡിസിഷൻസ് നന്നായിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ആ ഗെയിം നല്ല രീതിയിൽ പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അത് കുറച്ച് എത്ര മാത്രം യൂസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ദ ലിമിറ്റേഷൻ ഓഫ് എ മിനിമാക്സ് അൽഗോരിതം ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഫ്രം ആൽഫ ബീറ്റ പ്രൂണിംഗ് വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക്. സോ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത്. സോ നമ്മുടെ മിനിമാക്സ് അൽഗോരിതത്തിൻ്റെ കുറേ ഡ്രോബാക്സ് ഒക്കെ നമുക്ക് എവിടെ കവർ ചെയ്യാൻ പറ്റും, ആൽഫ ബീറ്റ വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും. സോ ആൽഫ ബീറ്റ പ്രൂണിംഗ് ഈസ് എ മോഡിഫൈഡ് വേർഷൻ ഓഫ് ദ മിനിമാക്സ് അൽഗോരിതമാണ്. ഇറ്റ് ഈസ് എൻ ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ഫോർ ദ മിനിമാക്സ് അൽഗോരിതം. സോ ദ 2 പാരാമീറ്റർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ്, ഒന്ന് വരുന്നത് ആൽഫ, നെക്സ്റ്റ് വൺ ഈസ് ബീറ്റ. സോ ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? The best choice we have found so far at any point along with the path of the maximizer. The initial value of alpha is -infinity ആണ് ഉണ്ടാവുക. അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ എപ്പോഴും ബെസ്റ്റ് ചോയ്സ് ആണ് ഉണ്ടാവുക, അതായത് ഹയസ്റ്റ് വാല്യൂ. പക്ഷേ ആൽഫയുടെ ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് മീൻസ് നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ് ഉണ്ടായിരിക്കുക.
ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ബെസ്റ്റ് ചോയ്സ് വി ഹാവ് ഫൗണ്ട് സോ ഫാർ അറ്റ് എനി പോയിൻറ്റ് അലോങ് ദ പാത്ത് ഓഫ് മിനിമൈസർ എന്നുള്ള രീതിയിലാണ് ബീറ്റ വരുന്നത്. സോ ഇനീഷ്യൽ വാല്യൂ ഓഫ് ബീറ്റ ഈസ് പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ്, പ്ലസ് ഇൻഫിനിറ്റി ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ എന്താണ് ആൽഫ ബീറ്റ പ്രൂണിങ്ങിന് വരുന്ന കണ്ടീഷൻ? നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു, ആൽഫയും ബീറ്റയും. സോ അതിൻ്റെ മെയിൻ കണ്ടീഷൻ റിക്വയർഡ് ഫോർ ആൽഫ ബീറ്റ പ്രൂണിംഗ് എന്ന് പറയുന്നത് ആൽഫ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആൽഫ ബീറ്റ പ്രൂണിങ് നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യണം. സോ കീ പോയിൻറ്റ്സ് അബൌട്ട് ആൽഫ ബീറ്റ പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ മാക്സ് പ്ലെയർ വിൽ ഓൺലി അപ്ഡേറ്റ് ദ വാല്യൂ ഓഫ് ആൽഫ. മാക്സ് പ്ലെയർ എന്താണ് എപ്പോഴും ആൽഫയുടെ വാല്യൂ ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ദ മിൻ പ്ലെയർ വിൽ ഓൺലി അപ്ഡേറ്റ് ദ വാല്യൂ ഓഫ് ബീറ്റ. So while the backtracking the tree, the node values will be passed to the upper nodes instead of values of alpha and beta. അതായത് നമ്മൾ ബാക്ക് ട്രാക്കിങ് ചെയ്യുന്ന സമയത്ത് ദ ട്രീയിലുള്ള നോഡിൻ്റെ വാല്യൂസ് ഉണ്ടായിരിക്കുമല്ലോ, അതെന്ത് ചെയ്യും, നമ്മുടെ അപ്പർ നോഡ്സിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യണത്. എന്തിന് പകരം, ആൽഫയ്ക്കും ബീറ്റയ്ക്കും കൊടുക്കുന്നതിന് പകരം അപ്പർ നോഡ്സിൽ ഏതാണോ അവർക്കാണ് പാസ് ചെയ്യുക. സോ we will only pass the alpha beta values to child nodes. ചൈൽഡ് നോഡ്സിന് എന്താ കൊടുക്കുള്ളൂ, ആൽഫയും ബീറ്റ വാല്യൂസും മാത്രമാണ് കൊടുക്കുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ വരുന്നത്. അൺഇൻഫോംഡ് ആൻഡ് ഇൻഫോംഡ് സെർച്ച്, ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത്ത് ഫസ്റ്റ് സെർച്ച്, അതേപോലെ തന്നെ ബെസ്റ്റ് ഫസ്റ്റ് സെർച്ച്, ഹിൽ ക്ലൈംബിംഗ്, എ സ്റ്റാർ, ബീം സെർച്ച്, അതേപോലെ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട്, ഡിവൈഡ് ആൻഡ് കോൺക്വയർ, പിന്നെ അതേപോലെ തന്നെ ഗോൾ ട്രീസ്, എഒ സ്റ്റാർ, റൂൾ ബേസ്ഡ് സിസ്റ്റംസ്. അതേ നെക്സ്റ്റ് വരുന്നതാണ് മിനിമാക്സും ആൽഫബറ്റും. അപ്പോൾ ഇത്രയുമാണ് തേർഡ് മൊഡ്യൂളിൽ നമുക്ക് വരുന്നത്. ഓക്കെ, താങ്ക് യു.